അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി കാരുണ്യമായി നിയോഗിച്ചിട്ടുള്ള നേതാവാണ് എന്നതിൽ ഈമാനുള്ളവർക്ക് തർക്കം ഇല്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല വലിയ ബഹുമാനം മുസ്ലിം ഉമ്മത്ത് കൽപ്പിക്കുന്നത്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും എല്ലാ വ്യക്തികൾക്കും ബഹുമാനം കൽപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അടുത്ത വാചകം എന്താണ് ഖുർആനിൽ? വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. നബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുഹും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അപ്പൊ എന്താണ്, അവർക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ടോ? അവരെ അല്ലാഹു റസൂലാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ അവർ സാധാരണ സ്ത്രീകൾ അല്ല, അവർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇതുപോലെ ആ സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബിയുടെ ഭാര്യമാരെ നിങ്ങൾ ആരും മറ്റു സ്ത്രീകളെ പോലെ അല്ല. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്താണ് കാരണം? നബിയുടെ ഭാര്യമാരായി എന്നതാണ് കാരണം. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും എല്ലാ സ്ഥലങ്ങൾക്കും വലിയ മഹത്വമാണ്. അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറയൂ നബിയെ. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം സാധാരണ ഒരു കുടുംബം പോലെ അല്ല, അവർക്ക് വലിയ പ്രത്യേകതയാണ്. അതാണല്ലോ നമ്മൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ചൊല്ലാറുണ്ടല്ലോ, അലുൻ നബി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുതാഗദാ ബിയദിൽ യമീനി സഹീഫതി. നബിയുടെ കുടുംബം അലുൻ നബി ദരിഅതി, എൻ്റെ രക്ഷക്കുള്ള മാർഗമാണവർ, എനിക്ക് വസീലയാണവർ. അതെ, എന്താണ് കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ ജനിച്ചു എന്നതാണ്. നബിയുടെ കുടുംബം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാണ് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ് വ വാലിദിൻ വമാ വലദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള നാട്, ആ നാട്ടിനെ എടുത്ത് മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുകയാണ്. കാരണം നബിതങ്ങൾ ജനിച്ച നാട്, നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, അതിന് വലിയ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. എന്തിനധികം പറയണം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ഒരു സൃഷ്ടിയാണല്ലോ അർശ് എന്ന് പറയുന്നത്. ദുആഉൽ കർബ് എന്ന് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരിയിൽ ബാബു ദുആഉൽ കർബ്, പ്രയാസമുള്ള സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയുടെ അധ്യായം. ആ ദുആഉൽ കർബിൽ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം എന്നതിന് ശേഷം അർശിനെ പ്രത്യേകം എടുത്തു പറയുന്നു. ആ അർശ് ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞ ഒരു അതിമഹത്തായ സൃഷ്ടിയാണ്.
ഇതുപോലെ വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കുർസി എന്ന് പറയുന്ന സൃഷ്ടി, അതിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നു. ഇതേപോലെ അല്ലാഹു ബഹുമാനിച്ച ഒരുപാട് സൃഷ്ടികൾ ഉണ്ട്. ഖുർആനിൽ വളരെ എടുത്തു പറഞ്ഞ ഒരു സൃഷ്ടിയാണ് കഅബ ശരീഫ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ. അങ്ങനെ ഖുർആൻ ആവർത്തിച്ച് എടുത്തു പറയുന്ന കഅബ ശരീഫ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. ഇനി നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. മങ്കാന അദുവ്വൻ ലിജിബ്രീല മങ്കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി. അല്ലാഹുവിനെയും മലക്കുകളെയും എതിർക്കുന്നവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറയാണ്. അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠത വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിസ്സിഖാഖി. ഏറ്റവും വലിയ ശ്രേഷ്ഠത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ? തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവിടുത്തെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണ്, ആ മണ്ണിനേക്കാൾ ബഹുമാനം കഅബ ശരീഫിന്റെ മണ്ണിന് പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സ്ഥലത്തിന് ഏറ്റവും വലിയ ബഹുമാനം. അജ്മഅൽ ഉലമാ, ആലിമീങ്ങൾക്കിടയിൽ തർക്കം ഇല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മദീനയുടെ ബഹുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചെന്നു ചേരുകയും നബി തങ്ങളെ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന നാട്, ആ നാടിനെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഹദീസിൽ പറയുന്നത് ഈമാനുള്ള മനസ്സാണോ ആ മനസ്സ് മദീനയിലേക്ക് മടങ്ങും, പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ മടങ്ങും. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതേ മാളത്തിലെത്തിയാൽ രക്ഷപ്പെടുന്നുള്ള നിലക്ക് എപ്പോഴും എന്ത് പ്രശ്നം വരും മാളത്തിലേക്കാണ് ചിന്ത. ഇതുപോലെ ഈമാനുള്ളവന്റെ മനസ്സ് മദീനയിലേക്കാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം എന്തുകൊണ്ട്? വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഹ്മീ. ഏത് പ്രശ്നങ്ങൾക്കും അതേ റക്കമന്റ് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.